വചനം 1 പത്രോസ് 2:9-10. നിങ്ങളും അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇവിടെ നമ്മൾ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ യേശുവിൽ ആരാണ്. പിന്നെ രണ്ടാമത്, എന്തിനാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ എന്താണ് പറയുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അല്ലെ? ഹല്ലേലൂയ. ഏതാണ് ഈ ജാതി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ജാതികളുള്ളത് നമ്മുടെ ഇവിടുത്തെ ജാതികളല്ല, റിലീജിയൻ അല്ല. ഇവിടെ ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മനുഷ്യ, പിന്നെ ദൈവജാതി. ജഡത്തിലുള്ളതാണ് മനുഷ്യജാതി അല്ലെ? ഹല്ലേലൂയ. നമ്മള് യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് അതാണ് നമ്മളുടെ ദൈവജാതി എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ. നമ്മുടെ ലോകത്തിലുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഐഡന്റിറ്റി. നമ്മുടെ ഹല്ലേലൂയ. നമ്മുടെ ഇപ്പൊ എന്റെ ഐഡന്റിറ്റി, ലോകത്തിലെ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഞാൻ ജോൺസന്റെ മകനാണെന്നുള്ളതാണ് എന്റെ ഐഡന്റിറ്റി അല്ലെ? നമുക്കിപ്പോ നമ്മുടെ ആത്മാവിലുള്ള ഐഡന്റിറ്റി ഞാൻ യേശുവിന്റെ മകനാണ്. അത് നമ്മൾക്ക് അത് കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ? തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതിയല്ല, തിരഞ്ഞെടുത്താണ് നമ്മളെ അല്ലെ? ഹല്ലേലൂയ. നമ്മളെ വേർതിരിച്ച് എടുത്തതാണ്. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വേർതിരിച്ച് ഒരു കൂട്ടത്തേക്ക് ഇങ്ങനെ മാറ്റിയെടുത്തതാണ് കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും. ഹല്ലേലൂയ. അത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. കർത്താവിന്റെ ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താണ്? അവന്റെ കരുണ അല്ലെ? അവസാന വാക്യത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നത് കരുണ ലഭിക്കാത്തവർ ഇപ്പോഴും കരുണ ലഭിച്ചവർ. ഹല്ലേലൂയ. കർത്താവിന്റെ കരുണയാണ് നമ്മളെ നമ്മളെ വിടുവിച്ചത് അല്ലെ? ഹല്ലേലൂയ. അവന്റെ കരുണ നമ്മളെ വിടുവിച്ചു. എന്തിൽ നിന്നൊക്കെ? ഹല്ലേലൂയ. ആ ഇരുളിൽ നിന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളിൽ നിന്ന്, നമ്മുടെ ശാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മളെ ഹല്ലേലൂയ വിടുവിച്ചു അല്ലെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. കാരണം നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ അല്ലെങ്കിൽ ആ ഹോളിനെസിന്റെ ഒപ്പം നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിന് കർത്താവ് തന്നെ നമുക്ക് ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് അല്ലെ? നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ ദൈവമക്കളായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അങ്ങനെയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. പിന്നീട് പറയുന്നത് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് അല്ലെ? ഹല്ലേലൂയ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ അപ്പൻ ആരാണ്? രാജാവാണ് അല്ലെ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ രാജാവാണ്, അവസാനത്തെ മഹാപുരോഹിതനാണ് അല്ലെ? ഹല്ലേലൂയ. 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 അവൻ ഹല്ലേലൂയ രാജാവായിരിക്കുന്നത് കൊണ്ട്, നമ്മൾ അവന്റെ മക്കളായതുകൊണ്ട് നമ്മൾ ആരാണ്? രാജാവിന്റെ മക്കൾ. ആ കിങ്ഡമിൽ ഹല്ലേലൂയ, ആ കിങ്ഡത്തിൽ നമ്മളും പാർട്ടാണ്. ഹല്ലേലൂയ. നമ്മളാണ് കർത്താവിന്റെ അതോറിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അംബാസിഡർമാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവിലെ അംബാസിഡേഴ്സ് ആണ് അല്ലെ? നമ്മള് ലോകത്തിലുള്ള ഓരോ ബ്രാൻഡിന്റെയും എല്ലാം അംബാസിഡർമാര് എന്താ ചെയ്യുന്നത്? അവരെ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മക്കളാണ്. ആ അതോറിറ്റി നമുക്ക് രാജകീയ പുരോഹിതൻ എന്നുള്ള അതോറിറ്റി നമുക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പുരോഹിതൻ മഹാപുരോഹിതനായിട്ട് ഹല്ലേലൂയ നമ്മളുടെ യേശു ഹല്ലേലൂയ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം. നമ്മള് ഓരോരുത്തരെയും കർത്താവ് എന്താണ്? യേശു എങ്ങനെയായിരുന്നു? യേശു ഒരു പുരോഹിതനായിരുന്നു അല്ലെ? ഹല്ലേലൂയ. യേശു എന്താ ചെയ്തത്? തൊട്ട് മുമ്പിലത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ തള്ളിയതെങ്കിൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ അല്ലെ? ജീവനുള്ള കല്ലായിട്ട് യേശു അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളും ആ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മൾ ഓരോരുത്തരും ലിവിങ് ആയിട്ടുള്ള അല്ലെ? കർത്താവിന്റെ ജീവനുള്ള കല്ലുകളായിട്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീക ഗൃഹം എന്ന് പറഞ്ഞ ഹല്ലേലൂയ പുരോഹിത വർഗം. ഹല്ലേലൂയ.
ആകേണ്ടതിന് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ബോഡിയാണ് അല്ലെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 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 സ്തോത്രം. ഇനി തുടർന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത് ആ പരിശുദ്ധനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മളെ നീതീകരിച്ചത് നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അവന്റെ യേശുവിന്റെ നീതിയാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിശുദ്ധന്റെ ഹോളിനെസ് എല്ലാം നമുക്കും ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വിശുദ്ധ വംശമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വിശുദ്ധ വംശമാണ്, കർത്താവിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? അവിടെ 8-ാം വാക്യത്തില് 9-ാം വാക്യത്തില് പറയുന്നത് എന്താണ്? നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. നമ്മളെ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ഗുണങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. നമ്മളെ എങ്ങനെയാണ് വീണ്ടെടുത്തത്? അല്ലെങ്കിൽ ആ സ്തുതികളെല്ലാം ഹല്ലേലൂയ പ്രൈസസ് എല്ലാം നമ്മൾ കൊടുക്കുവാനായിട്ടാണ്, ലോകത്തോട് പ്രീച്ച് ചെയ്യാനായിട്ട് നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് അല്ലെ. ഹല്ലേലൂയ. വചനം പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മളൊന്നും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ പിതാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇരുളിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ വേർതിരിച്ച് തന്റെ മക്കളാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ 4-ാം വാക്യത്തിൽ ഒന്നുകൂടി നോക്കുവാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ. മനുഷ്യർ തള്ളി ആരെ? യേശുവിനെ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുവിനെ ശ്രേഷ്ഠവും മാന്യവും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പ്രഷ്യസും ചൂസൺ അല്ലെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ യേശുവിനെ പ്രഷ്യസ് ആയിട്ട് കാണുന്നത് പോലെ യേശുവിന്റെ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് കാണുന്നത് പ്രഷ്യസ് ആയിട്ടാണ്, ചൂസൺ ആയിട്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്താൽ കർത്താവ്